കരുനാഗപ്പള്ളി സ്വദേശിയായ വിജയലക്ഷ്മിയെ ആൺസുഹൃത്തായ ജയചന്ദ്രൻ കൊലപ്പെടുത്തിയത് അതിക്രൂരമായി. തലയ്ക്ക് പിന്നിലുണ്ടായ മാരകമായ പരിക്കുകൾ മരണകാരണമായി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രതി ജയചന്ദ്രനെ കോടതി റിമാൻഡ് ചെയ്തു. പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തിയെന്നാണ് ജയചന്ദ്രൻ പോലീസിന് നൽകിയ മൊഴി. എന്നാൽ അതിക്രൂരമായായിരുന്നു കൊലപാതകമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തലയ്ക്ക് പിന്നിൽ വെട്ടുകത്തി കൊണ്ടുള്ള വെട്ടേറ്റ് ആഴത്തിലുള്ള 10ഓളം മുറിവുകളുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. കൂടാതെ വെട്ടുകത്തി തിരിച്ചുപിടിച്ചും തലയ്ക്കടിച്ച് മാരകമായ രീതിയിൽ പരിക്കേൽപ്പിച്ചു. ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്താനുള്ള ശ്രമം നടന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. വിജയലക്ഷ്മിയുടെ തല കട്ടിലിൽ പിടിച്ച് ഇടിച്ച ജയചന്ദ്രൻ തുണി ഉപയോഗിച്ച് ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചു. വിജയലക്ഷ്മി അബോധാവസ്ഥയിലായതോടെയാണ് വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടുന്നത്. തലക്കേറ്റ ആഴത്തിലുള്ള മുറിവുകളാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം. പ്രതി ജയചന്ദ്രനെ കോടതി റിമാൻഡ് ചെയ്തു. കൊലപാതകം നടന്നത് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലായതിനാൽ അമ്പലപ്പുഴ പോലീസായിരിക്കും കേസ് അന്വേഷണം നടത്തുക. കരുനാഗപ്പള്ളി പോലീസ് FIR അടക്കം അമ്പലപ്പുഴ പോലീസിന് കൈമാറി. ജനം, ആലപ്പുഴ.